ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിനെ അർജന്റീന പരാജയപ്പെടുത്തിയത്. ഈ മത്സരത്തിലെ ചില തീരുമാനങ്ങളുടെ പേരിൽ റഫറിക്ക് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. അതായത് ആദ്യ പകുതിയിൽ ഒരുപാട് ഫൗളുകൾ പിറന്നിരുന്നു. എന്നാൽ അതിനൊന്നും കാർഡുകൾ നൽകാൻ റഫറി തയ്യാറായില്ല എന്ന ആരോപണങ്ങൾ ഇപ്പോൾ ശക്തമാണ്. ഏതായാലും ഇതിനിടെ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇംഗ്ലീഷ് സൂപ്പർ താരമായ ഡെക്ലാൻ റൈസിന് ഈ മത്സരത്തിൽ സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിക്കേണ്ടതായിരുന്നു. കാരണം ഫിഫയുടെ പുതിയ നിയമം എല്ലാവർക്കും അറിയാം. പ്രസ്റ്റിയാനി ലോ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് എതിരാളിയോട് സംസാരിക്കുന്ന സമയത്ത് വായ പൊത്തിക്കൊണ്ട് സംസാരിക്കാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിക്കും. ആ നിയമം ഈ വേൾഡ് കപ്പിൽ നടന്നിട്ടുണ്ട്. റെഡ് കാർഡ് ലഭിച്ച ചരിത്രവുമുണ്ട്. ഈ മത്സരത്തിനിടെ ഡെക്ലാൻ റൈസ് പല തവണ ഇത് ചെയ്തിട്ടുണ്ട്. അതായത് ലയണൽ മെസ്സിയോട് സംസാരിക്കുന്ന സമയത്ത് വായ പൊത്തിക്കൊണ്ടാണ് റൈസ് സംസാരിച്ചിട്ടുള്ളത്. അലക്സിസ് മാക്കാലിസ്റ്ററിനോട് സംസാരിക്കുന്ന സമയത്തും ഇത് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അതായത് എതിർ താരങ്ങളോട് സംസാരിക്കുമ്പോൾ വായ പൊത്താൻ പാടില്ല. എന്നാൽ റൈസ് ഇന്നലെ ഒന്നിലധികം തവണ അത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ റഫറി ഇത് കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല. വാർ റഫറിയും ഇത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അർജന്റീൻ താരങ്ങളും ഇത് കാര്യമായി എടുത്തിട്ടില്ല. കാരണം ലയണൽ മെസ്സിയൊക്കെ അത് നേരിട്ട് കണ്ടതാണ്. എന്നാൽ മെസ്സിയോ മാക്കാലിസ്റ്ററോ അതിനെതിരെ അപ്പീൽ നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ അപ്പീൽ നൽകിയിരുന്നുവെങ്കിൽ ഈ മത്സരത്തിൽ റൈസിന് സ്ട്രൈറ്റ് റെഡ് കാർഡ് ലഭിച്ചേനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു അവസരം അർജന്റീനക്കുണ്ടായിരുന്നു. അർജന്റീൻ താരങ്ങൾ അപ്പീൽ നൽകിയിട്ടില്ല. റഫറി ഇത് കണ്ടിട്ടുമില്ല എന്നുള്ളതാണ്. ഏതായാലും ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ റൈസിനെതിരെ ഒരു റെഡ് കാർഡ് വാങ്ങാനുള്ള ഒരു അവസരം അവിടെ അർജന്റീൻ താരങ്ങൾക്കുണ്ടായിരുന്നു. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.